ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് നൃത്ത നാടകമാക്കി അരങ്ങിലെത്തിക്കുകയാണ് കാലടിയിലെ ഒരു കൂട്ടം വനിതകൾ. വീട്ടമ്മമാർ ഉൾപ്പെടെ 20 പേരാണ് നൃത്ത നാടകത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. ഒപ്പം 5 കുട്ടികളും 3 പുരുഷന്മാരും ഇവർക്കൊപ്പം അണിനിരക്കുന്നുണ്ട്. വീട്ടമ്മമാർക്ക് പുറമെ ബിസിനസ്സുകാർ, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള വനിതകളാണ് ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് നൃത്തനാടക രൂപത്തിൽ അരങ്ങിലെത്തിക്കുന്നത്. ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചവരല്ല ഇവരിൽ പലരും. എങ്കിലും നൃത്തനാടകം മനോഹരമായി രംഗത്ത് അവതരിപ്പിക്കാൻ കഠിന പരിശീലനത്തിലാണ് ഈ വനിതകൾ. കാലടിയിലെ സാത്വിക് സുംബ ആൻഡ് യോഗ സെൻ്ററിലെ അംഗങ്ങളാണ് നൃത്തനാടകത്തിൽ വേഷമിടുന്ന ഈ വനിതകൾ. ഒഴിവു സമയങ്ങളിലും അവധി ദിവസങ്ങളിലുമാണ് ഇവർ നാടക പരിശീലനത്തിനായി മാറ്റിവെക്കുന്നത്. ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ കുറച്ച് സമയം കിട്ടുന്നതാണ് ഞങ്ങൾ സുംബയ്ക്കും യോഗയ്ക്കും വേണ്ടി ഞങ്ങൾ വിനിയോഗിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും ചെറുപ്പത്തിലെ ഒരു സ്വപ്നം ആയിരുന്നു ഈ നൃത്തം. പക്ഷേ ജീവിതത്തിൻ്റെ പല പ്രാരാബ്ദങ്ങളുടെ ഇടയിൽപ്പെട്ട് ഞങ്ങൾക്ക് അത് ഒന്നും സാക്ഷാത്കരിക്കാൻ പറ്റാതെ പോയത് ഞങ്ങളുടെ ഈ പ്രായത്തിലാണ് ഞങ്ങൾക്കിപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. മോഹൻ അങ്കമാലിയാണ് നൃത്തനാടകം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അങ്കമാലി വിശ്വജ്യോതി സ്കൂളിലെ നൃത്താധ്യാപിക അമൃത ശ്രീജേഷ് നൃത്ത സംവിധാനവും പ്രേമ ശ്രീകുമാർ കോർഡിനേഷനും നിർവഹിച്ചിരിക്കുന്ന 30 മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തനാടകം ശനിയാഴ്ച വൈകിട്ട് 7-ന് കാലടി മാണിക്യമംഗലം കാർത്യായനി ദേവി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് അരങ്ങിലെത്തും. കൈരളി ന്യൂസ്, കൊച്ചി.